ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ടിൻഡു സിനോയി. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമുക്ക് ഒരു ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ. അതായത് ഉണക്കമീൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കാം എന്നുള്ള ഒരു അതിസങ്കീർണമായ പഠനത്തിലായിരുന്നു ഞാൻ. അപ്പം എനിക്ക് ഉണക്കമീൻ തിന്നണമെന്ന് വളരെ കൊതിയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നാട്ടിൽ വെച്ചതിനോടൊന്നും ഒരു വിലയില്ല, ഒരു താല്പര്യവും ഇല്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തെ ഇവിടെ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. ഉണക്കമീൻ തിന്നണം, ഉണക്കമീൻ ചമ്മന്തി കൂട്ടണം, എന്തൊക്കെ ആഗ്രഹങ്ങളാണെന്നറിയാവോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ അന്വേഷിച്ച് ഈ പറഞ്ഞ എനിക്ക് എല്ലാ ഇങ്ങനത്തെ ലൊടുക്ക് വിദ്യകളും പറഞ്ഞു തരുന്നത് ബെറ്റി ചേച്ചിയാണ്. അപ്പോൾ ഞാൻ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നാണ് ഈ ഐഡിയ. അങ്ങനെ ഞാൻ എന്നാ വിചാരിച്ചു, ഞാൻ പരീക്ഷിച്ചു. അപ്പോൾ എന്നാ പിന്നെ എന്നെ പോലെ അറിയത്തില്ലാത്ത പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഉണക്കമീൻ തിന്നണമെന്നൊക്കെ ഒരു കൊതിയൊക്കെ ഇല്ലേ. അപ്പോൾ അവർക്കൊക്കെ അത് ഉണ്ടാക്കി എന്താ പറയുന്നേ, ഉള്ളതും കൊണ്ട് കഴിക്കാന്നുള്ളൊരു എന്താ പറയുക, ഉള്ളതും കൊണ്ട് സംതൃപ്തി അടയുക. അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് സാധിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് അത് ഉണ്ടാക്കി കാണിക്കാം. അപ്പം നമുക്കിവിടെ എല്ലാ വീട്ടിലും തന്നെ സുലഭമായിട്ട് കിട്ടുന്നതാണ് ട്യൂണ എന്ന് പറയുന്ന ഫിഷ്. നമുക്ക് കാണാം ഈ ഫിഷ് ഇവിടെ ഇങ്ങനെ ഇവരൊരു പാക്കറ്റായിട്ട് ഇവർ വാങ്ങിക്കും. അപ്പം അതിൽ ഇതിങ്ങനെ ഓരോ ടിന്നായിട്ട് കിട്ടും ഉണ്ടോ. അപ്പം ഈ ട്യൂണ ഫിഷ് എടുക്കുക. അതുപോലെ കുറച്ച് വറ്റൽമുളക് കിട്ടുക. അപ്പം എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ല. വറ്റൽമുളകിനുള്ള ഈ ചതച്ചിട്ടുള്ള വറ്റൽമുളകായിരുന്നു ഞാൻ വാങ്ങിച്ചു വെച്ചത്. കണ്ടോ തീരാറായി. അപ്പം ഇത് എടുത്ത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ഇതെടുക്കുക. അതുപോലെ കുറച്ച് ഉള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ കുനുകുനാന്നരിയുക. എനിക്കിവിടെ മിക്സി ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുനുകുനാന്നരിയണം, എന്നാലേ ഇത് പൊടിയായിട്ട് കിട്ടുള്ളൂ. പക്ഷേ അത്ര കുനുകുന എനിക്ക് അരിയാനും പറ്റുന്നില്ല. അപ്പോൾ ഉള്ളതും കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വാളംപുളിയാണ്, പിന്നെ ഉപ്പും, ഇത്രയും സംഭവം. പിന്നെ തേങ്ങാപ്പൊടി. ഞാൻ തേങ്ങാപ്പൊടി എന്ന് പറയുന്നത് കോക്കനട്ട് പൊടി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കോക്കനട്ട് പൊടി കുറച്ചെടുക്കണം. കോക്കനട്ട് പൊടിയും ഇച്ചിരി വാളംപുളിയും ഇച്ചിരി ഉപ്പും. ഇവിടെ കുഞ്ഞുള്ളി കിട്ടത്തില്ല, അതുകൊണ്ട് സവോള കുത്തി ചൊരിഞ്ഞിടുക. പിന്നെ കുറച്ച് ഇഞ്ചിയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി നല്ല ബ്രൗൺ നല്ലപോലെ ആകുമ്പം നമുക്ക് അതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഈ മീനിനകത്ത് ഇതുണ്ട്, കാണിച്ചു തരാം. ഇതുണ്ടോ ഒരു ഓയില് പോലത്തെ ഒരു വെള്ളമുണ്ട്, കാണാവുന്ന അറിയത്തില്ല. ഇതുണ്ടോ ഉണ്ട്, അവിടെ വീണു. അപ്പം ഈ വെള്ളം നമ്മൾ മുഴുവൻ കളഞ്ഞിട്ട് ഇതിങ്ങനെ എടുത്ത്, ഇതുണ്ടോ ഇങ്ങനെയാണ് ഫിഷ് ഇരിക്കുന്നത്. അപ്പം ഈ ഫിഷ് അതങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ കുറേ സമയമുണ്ട് ഇങ്ങനെ വഴറ്റി ഉണക്കമീനാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കാം. നിങ്ങൾക്ക് റെഡിയല്ല, ഞാൻ ഇതിനെ സംഭവങ്ങളെല്ലാം കൊണ്ട് ഒന്ന് എടുത്ത് സെറ്റാക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ സംഭവമാണെങ്കിൽ ഓടിപ്പോയി കിച്ചണിൽ പോയിട്ട് ട്യൂണ മീനൊക്കെ എടുത്തിട്ട് വാ, നമുക്ക് ഒരുമിച്ചുണ്ടാക്കാം. ഓക്കെ, റെഡിയല്ലേ? നിങ്ങളെ കാണിച്ചു തരാം. വറ്റൽമുളക് ഇങ്ങനെ ഈ സവോളയും ഇഞ്ചിയും കൂടെ നന്നായിട്ട് വഴറ്റി അതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങാപ്പൊടിയും പിന്നെ മുമ്പ് വഴറ്റിയ മുളകിൻ്റെ വറ്റൽമുളക് പൊടി, ഇച്ചിരി ഉപ്പും ഇച്ചിരി പുളിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തു. അതെടുത്ത് മാറ്റി വെച്ചു. അതിന് ശേഷം ഈ ട്യൂണാമീൻ എടുത്തു. ട്യൂണാമീനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അതൊക്കെ നല്ല വെള്ളം പറ്റി നല്ല ഉണക്കമീൻ പോലെ തന്നെ ആവണം. അപ്പോൾ അത് കുറേ സമയം ഇട്ടിങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കി നല്ല മെറൂൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കൂടെ ആകുമ്പോൾ നമുക്ക് ശരിക്കും കഴിച്ച് നോക്കുമ്പോൾ ഉണക്കമീൻ കഴിക്കുന്ന പോലെ തന്നെ തോന്നും. അതിനുശേഷം നമുക്ക് ആ ബാക്കി എടുത്ത് വെച്ച് തേങ്ങാപ്പൊടിയും പിന്നെ വറ്റൽമുളകും ആ സംഭവങ്ങളെല്ലാം കൂടി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കൂടിയിട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നല്ല പോലെ ബ്രൗൺ കളർ, അതായത് പൊടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാകുമ്പോൾ നമുക്കത് വാങ്ങിയെടുത്ത് വയ്ക്കാൻ പറ്റും. ഇത് ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൈ വെച്ച് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല നിങ്ങൾക്ക് കാണാമല്ലേ, നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഞാൻ തന്നെ പറയുന്നില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. ഇതും ഇച്ചിരി ചോറും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അടിപൊളി. നല്ല കേട്ടോ, ഒന്നും പറയല്ല, ഞാൻ തന്നെ പറയുന്നത് നല്ലതാണ്. എന്നിട്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇച്ചിരി ചോറും ഇച്ചിരി തൈരും ഇച്ചിരി ഇതൊക്കെ കൂട്ടിയിട്ട് ഉണക്കമീൻ ചമ്മന്തിപ്പൊടിയൊക്കെ കയറ്റി ചോറൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ 1 മണി ആറായി, ഞാൻ ചോറിനാൻ പോവാണ്. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട്
കാണാം. ബൈ ബൈ, ടാറ്റാ. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ വാട്സപ്പിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് സന്തോഷം. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ വണക്കം. ബൈ ബൈ.